JAYAKRISHNAN അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിന് തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ചാനൽ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഈ തസ്തികകളിലേക്ക് എല്ലാ അപേക്ഷ നിർവഹിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ഉണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മുടെ 4ാമത്തെ മോഡൽ എക്സാം ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ചുള്ള 25/9/2022 പരീക്ഷയ്ക്ക് വരുന്ന എങ്ങനെയാണ് എക്സാം നടത്തുന്നത് ആ രീതിയിൽ തന്നെ PSC നടത്തുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മോഡൽ എക്സാം ആണ്. അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ കൃത്യമായിട്ട് തന്നെ ഉൾപ്പെടുത്തി ഓരോ ടോപ്പിക്കിനുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതെല്ലാം കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് മോഡൽ എക്സാം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും പഠന നിലവാരം എങ്ങനെയുണ്ടെന്ന് അളക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ മോഡൽ എക്സാമുകൾ വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ ആൻസർ കീ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മോഡൽ എക്സാം സാധാരണ നമ്മൾ PSCയുടെ എക്സാം എഴുതുന്നത് തന്നെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആൻസർ കീ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ആൻസർ കീ ആയിട്ട് നിങ്ങളുടെ ആൻസർ കീ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോരുത്തർക്ക് ലഭിക്കുന്ന മാർക്ക് എത്രയാണോ ആ മാർക്ക് എനിക്ക് മെസ്സേജ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക് കിട്ടുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രത്യേക പ്രശംസ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which country gave the recognition to auditing first in the Companies Act? Option A America, option B Britain, option C India, option D England. Other question. Auditing is derived from the Latin word. Option A order, option B auditor, option C order, option D none of these. Other question. When the audit of company accounts was made compulsory in India? Option A 1894, option B 1914, option C 1947, option D 1952. Other question. Which of the following governments in India followed the education of accountancy first? Option A government of Delhi, option B government of Bihar, option C government of Mumbai, option D none of these. Other question. When the Chartered Accountant Act of India was made? Option A 1947, option B 1949, option C 1956, option D 1965. Other question. When the audit of company accounts was made compulsory in India? Option A 1802, option C 1840, option C 1844, option D 1850. Other question. When Institute of Chartered Accountant of India established? Option A 1st July 1949, option B 1st July 1950, option C 1st July 1951, option D 1st July 1957. Other question. When double entry system was invented? Option A 1444, option B 1490, option C 1494, option D 1949. Other question. The principle of double entry bookkeeping system published by dash? Option A Lucas Pacioli, option B Davar, option C Wilson, option D none of these. Other question. Auditing is a dash. Option first one an art, second one a science. Option A only one, option B only two, option C both 1 and 2, option D none of these. Other question. A shareholder in a company a dash. Option A can be its debenture holder, option B cannot be its debenture holder, option C alone can become its debenture holder, option D must also become its debenture holder within a year of being a shareholder. Other question. The dividend on preference capital is paid dash. Option A whenever there are profits, option B only if there are profits, option C even if there are no profits, option D only when the directors recommended it. Other question. Where a company has 3 directors, the maximum remuneration payable to all of them is dash percentage of the annual net profit. Option A 5, option B 10, option C 20, option D 25. Other question. A person cannot act as managing director of more than dash companies at a time. Option A 1, option B 2, option C 4, option D 5. Other question. The partnership entity may be regarded as dash. Option A legal entity, option B an accountable entity,
Option C, both a legal and accountable entity. Option D, neither a legal nor an accountable entity. The amount of minimum subscription may be learned from the dash. Option A, prospectus. Option B, memorandum of association. Option C, articles of association. Option D, records of general meetings. When can a private company commence business? Option A, at any time. Option B, after applying for registration. Option C, after obtaining the certificate of incorporation. Option D, after obtaining the certificate of commencement of business. An exception to the doctrine of constructive notice is dash. Option A, doctrine of ultra virus. Option B, doctrine of indoor management. Option C, lifting the corporate wheel. Option D, the doctrine of ultra virus in articles of association. A prospectus is to be used within dash days of registration. Option A, 30. Option B, 60. Option C, 90. Option D, 180. All monies received with the application of shares are to be deposited dash. Option A, with the controller of capital issues. Option B, in the company's bank account. Option C, in a special account opened in a scheduled bank for the purpose. Option D, with the register of the companies. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും റാങ്ക് ഫയൽ മേടിക്കാനുണ്ടെങ്കിൽ ഉടൻ തന്നെ റാങ്ക് ഫയൽ മേടിക്കണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ ഞാൻ മെയിലിലേക്ക് സെൻഡ് ചെയ്താണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക എനിക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നാൽ മതിയാവും. കാരണം വെച്ചാൽ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉടൻ തന്നെ റാങ്ക് ഫയൽ എല്ലാവരും മേടിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇൻകം ടാക്സ് എക്സ്റ്റെൻഡ്സ് ടു dash of India. Option A, whole of India. Option B, whole of India except Jammu and Kashmir. Option B, all of Maharashtra only. Option D, none of these. Income tax is a tax on dash. Option A, salary. Option B, income. Option C, house property. Option D, profit. In all, there are dash number of section under the Income Tax Act. Option A, 1961. Option A, 298. Option B, 290. Option C, 304. Option D, 398. The rate of tax on income is decided every year by the dash. Option A, GST Act. Option B, Income Tax Act. Option C, Finance Act. Option D, Income Tax Rules. Income Tax Act came into force from dash. Option A, 31st March 1960. Option B, 1st April 1947. Option C, 1st April 1969. Option D, 1st April 1961. Constitution is the dash in India. Option A, parent law. Option B, universal law. Option C, main law. Option D, none of the above. The Constitution of India empowers dash to levy tax on income. Option A, state government. Option B, central government. Option C, local government. Option D, none of the above. Gross tax liability dash is minus dash is equal to net tax liability. Option A, tax deducted at source, TDS. Option B, GST. Option C, water. Option D, house tax. The finance bill is introduced by dash. Option A, finance secretary. Option B, commerce minister. Option C, finance minister. Option D, none of the above. Finance bill once approved becomes dash. Option A, finance act. Option B, finance law. Option C, finance code ordinance. Option D, none of the above. The most important document of a company is its dash. Option A, prospectus. Option B, annual report. Option C, memorandum of association. Option D, articles of association. The rules and regulations for the internal management of a company are contained in its dash. Option A, prospectus. Option B, annual report. Option C, memorandum of association. Option D, articles of association. Mark out the document that need not be prepared and registered with the register of companies in public limited companies. Option A, statutory declaration. Option B, memorandum of association. Option C, articles of association. Option D, directors undertaking to take up and pay for qualification shares. The union government may appoint such member of directors in a company as it may deem necessary. Option A, as its own initiative. Option B, on the application of least 100 members of the company. Option C, on the application of members holding at least 10% voting rights. Option D, any of the above.
A director's election takes place in a general meeting through a separated resolution passed by a dash majority. Option A singular. Option B 2/3. Option C 3/4. 3/4. Option D 5/6. Question: which of the following is beyond the powers of the board of directors? Option A to issue debentures. Option B to make loans. Option C to remit the payment of any debt due by a director. Option D to issue prospectus. Question: the minimum subscription is to be received within dash days of the offer. Option A 30, option B 60, option C 120, option D 150. Question: the private company requires conversion of a public company into a dash. Option A on ordinary resolution. Option B a special resolution. Option C a special resolution and union government approval. Option D a special resolution and company law board approval. Question: a share certificate once issued by the company binds it in two ways, namely by estoppel as to little and dash. Option A by estoppel as to payment. Option B by estoppel as to profit. Option C by estoppel as to dividend. Option D none. Question: share capital of a company means dash. Option A equity share capital. Option B preference share capital. Option C equity and preference share capital. Option D equity and preference share capital and debentures. Question: purveyance of planning indicates that planning. Option A is a top management function. Option B extends throughout the organization. Option C is a future oriented activity. Option D is the first element of management process. Question: which one of the following is an importance of planning? Option A reducing uncertainty. Option B identifying alternatives critically. Option C developing leadership. Option C option D electing the most appropriate plan. Question: which one of the following is not a limitation of planning? Option A dynamic environment. Option B costly process. Option C rigidity. Option D top management approach. Question: which one of the following is a step of planning? Option A analysis of organization structure. Option B analysis of environment. Option C analysis of employees behavior. Option D analysis of employee morale. Question: the basic role of strategy is to provide. Option A setting procedures. Option B direction for action. Option C direction for motivation. Option D direction for control. Question: which one of the following plans prescribes chronological steps for performing activities? Option A procedure. Option B rule. Option C policy. Option D method. Question: which one of the following is a single used plan? Option A strategy. Option B ruler. Option C budget. Option D method. Question: organizing process includes one of the following. Option A grouping of activities. Option B prescribing disciplinary action. Option D determining objectives. Option D prescribing work schedule. Question: one of the following is not an importance of organizing. Option A role clarity. Option B performance appraisal. Option C adaptation to change. Option D growth and expansion. Question: organization structure establish relationship between dash. Option A organization and environment. Option B people, work and resources. Option C organization and society. Option D suppliers and customers. Question: the cost accounting system is developed for dash. Option A financial institution. Option B government. Option C management. Option D shareholders. Question: cost accounting is an dash reporting system. Option A external. Option B government. Option C financial. Option D internal. Question: a location for which cost is incurred is a dash. Option A revenue center. Option B cost center. Option C profit center. Option D production center. Question: product cost is dash cost. Option A fixed. Option B prime. Option C indirect. Option D variable. Question: cost which can be identified with the output is called as dash. Option A product. Option B fixed. Option C direct. Option D indirect. Question: interest on capital is dash cost. Option A sunk. Option B imputed. Option C direct. Option D indirect. Question: overheads incurred in connection with the factory is called dash overheads. Option A office. Option B factory. Option C selling. Option D none of the above. Question: the cost which remains constant irrespective of output is called dash cost. Option A variable. Option B product. Option C sunk. Option D fixed. Question: direct labor and factory overheads is called dash cost. Option A conversion. Option B direct. Option C packing. Option D indirect. Question: cost of designing is dash expenses. Option A office. Option B production. Option C indirect. Option D direct. Question: the revenues and expenses of a company are displayed in which statement? Option A balance sheet. Option B cash flow statement. Option C income statement. Option D none of the above. Question:
The main purpose of financial accounting is option A, to provide financial information to shareholders, option B, to maintain balance sheet, option C, to minimize taxes, option D, to keep track of liabilities. The expanded accounting equation is based by which statement? Option A, cash flow statement, option B, balance sheet, option C, income statement, option D, none of the above. What type of balance do asset accounts have? Option A, contra, option B, credit, option C, debit, option D, all of the above. The kind of debits which are needed to be repaid in a short time is known as a dash. Option A, fixed liabilities, option B, current liabilities, option C, depreciating assets, option D, intangible assets. The account which increases equity is known as option A, debit account, option B, credit account, option C, revenue, option D, treasury stock. What are the long-term assets which do not have any physical existence? Option A, intangible assets, option B, tangible assets, option C, current liabilities, option D, current assets. What is the supporting evidence in a business transaction called? Option A, journal, option B, ledger, option C, voucher, option D, contra vouchers. The expenses, profit and loss of an organization are recorded in which account? Option A, current account, option B, personal account, option C, nominal account, option D, none of the above. Which person owes an amount to a business organization for buying goods and services on a credit basis? Option A, creditors, option B, debtors, option C, owners, option D, none of the above. What is capital market? Option A, market in which securities are bought and sold. Option B, a financial market in which long-term debt or equity blocked securities are bought and sold. Option C, enterprises in one country copy an existing market. Option D, a market structure is defined by a large number of small firms competing against each other. Who controls the capital market in India? Option A, SEBI, option B, NABARD, option C, RBI, option D, SBI. When was SEBI established in India? Option A, 1992, option B, 1985, option C, 1988, option D, 1995. What is the role of the Securities and Board Exchange of India? Option A, to promote individual business, option B, facilitating credit flow for promotion and development of agriculture, cottage and village industries. Option C, the custodian of the foreign reserve, controller of audit and managing printing and supply of currency notes in the country. Option D, protect the interest of investors in securities. What is Sensex? Option A, financial market and in which long-term debit or equity-backed securities are bought and sold. Option B, the equity benchmark index of the National Stock Exchange. Option C, figure indicating the relative prices of shares. Option D, none of the above. In which market debt and stocks are traded by and a maturity period is more than a year? Option A, money market, option B, share market, option C, short-term market, option D, capital market. What is human capital? Option A, part of the country's current output and imports is not consumed or exported during the accounting period. Option B, providing borrowers with a lump sum of cash upfront in exchange for specific borrowing terms. Option B, the financial worth of a laborer's experience and liabilities. Option D, none of the above. What is short-term market? Option A, market in which securities are bought and sold. Option B, strategies in stock market are futures market in which the time duration between entry and exit is within a range of a few days to a few work weeks. Option C, market in which participants trade directly between two parties. Option D, an investment that is found on the asset side of a company's balance sheet. What is a counter market? Option A, market in which participants trade directly between two parties. Option B, strategies in stock market or futures market in which the time duration between entry and exit in with a range of few days to a few weeks. Option C, an investment that is found on the asset side of a company's balance sheet. Option D, a financial market in which long-term debt or equity-backed securities are bought and sold. What is Export Credit Guarantee Corporation? Option A, range of insurance covers Indian exports against the risk of non-realization of export proceeds due to commercial or political risks. Option B, an export finance-based institution engaged in integrating foreign trade and investments with the national economic growth. Option C, a financial in which the long-term debt or equity-backed securities are bought and sold. Option D, none of the above. What do you mean by the supply of goods? Option A, stock available for sale. Option B, total stock in the warehouse. Option C, natural production of the goods. Option D,
quantity of the goods offered for sale at a particular price per unit of time. അടുത്ത question. What do you mean by under conditions of a perfect competition in the product market? Option A, my MRP is equal to VMB. Option B, MRP greater than VMB. Option C, VMB greater than MRP. Option D, none of the above. അടുത്ത question. Which of the following is the relation that the law of demand defines? Option A, income and price of a commodity. Option B, price and quantity of a commodity. Option C, income and quantity demanded. Option D, quantity demanded and quantity supplied. Other question. What do you mean by a mixed economy? Option A, modern and traditional industries. Option B, public and private sectors. Option C, foreign and domestic investments. Option D, commercial and subsistence farming. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പരീക്ഷയ്ക്ക് ഇനി ഒരു മാസം കൂടെ ഉള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുള്ള റാങ്ക് ഫയലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ മെയിൽ അഡ്രസ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതിയാകും. റാങ്ക് ഫയലിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതിയാകും. അല്ലാതെ അതിന് നിശ്ചിതമായിട്ടുള്ള പ്രൈസ് ഞാൻ നിശ്ചയിച്ചിട്ടില്ല. എല്ലാവർക്കും റാങ്ക് ഫയൽ പ്രയോജനപ്പെടണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു തുക എനിക്ക് റാങ്ക് ഫയലിന് വേണ്ടിയിട്ട് എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതിയാകും. അപ്പോൾ ഓരോരുത്തരും അവരുടെ മെയിൽ അഡ്രസ്സ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരിക. അപ്പോൾ വാട്സപ്പിൽ മെയിൽ വഴി ഞാൻ PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ റാങ്ക് ഫയൽ ഞാൻ PDF ആയിട്ട് മെയിൽ വഴി അയച്ചു നൽകുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തുക എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതിയാകും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് do you mean by the demand of commodity? Option A, desire for the commodity. Option B, need for the commodity. Option C, quantity demanded for that commodity. Option D, quantity that consumers are able and willing to buy at various prices during any particular period of time. അടുത്ത question. Starting from the time of independence, why did India follow a planned economy? First one, India followed a 5-year plan and required on outlook. But directive principles of Indian Constitution indicated the planned vision of India. Third one, there was no indication whatsoever from the 5-year plans regarding how much of each and every good and service is to be produced. Choose the correct statements from the given options. Option A, only 2. Option B, 2 and 3. Option C, 1 and 3. Option D, all of the above. Other question. What do you mean by the gross national products? Option A, the total value of goods and services produced in the country. Option B, the total value of all the transactions in the country. Option C, the depreciation. The total value of goods and services produced in the country. Option D, the total value of goods and services produced in the country and the net factor income from abroad. Other question. Which of the following is the reason for the decline in the child sex ratio in India? Option A, low fertility rate. Option B, female feticide. Option C, incentives for a body child from the government. Option D, none of the above. Other question. What factors are taken into consideration while revising the poverty line periodically? First one, by conducting a survey every 5 years. Second one, survey carried out by National Sample Survey Organization. Option A, only 1. Option B, only 2. Option C, both 1 and 2. Option D, neither 1 nor 2. Other question. In India, which banks institutions have the highest share in the disbursement of credit to agriculture and credit and allied activities? Option A, cooperative banks. Option B, regional rural banks. Option C, commercial banks. Option D, microfinance institutions. Other question. Which of the following is not a content theory? Option A, Maslow's need hierarchy. Option B, Wehrum's expectance theory. Option C, Hesberg's two-factor theory. Option D, Plan's acquired needs theory. Other question. Which of the following is not an internal motivational force? Option A, goals. Option B, needs. Option C, attitudes. Option D, feedback. Other question. Dash is the set of forces that energize, direct and sustain behavior. Option A, motivation. Option B, expectancy. Option C, empowerment. Option D, socialization. Other question. Which of the following is not a pull force of motivation? Option A, availability of training. Option B, preference level goals. Option C, rewards and compensation. Option D, pressure for high levels of output. Other question. Characteristics of a job are considered dash forces which focus on dash. Option A, extend or push. Option B, what happens in the work setting. Option B, external or pull. What a person does in the work setting. Option C, internal or push. What a person brings on to his or her work. Option D, internal or pull. What happens outside of the work setting. Other question. According to Frederick Herzberg, dash are elements associated with conditions surrounding the job. Option A, hygiene factors. Option B, motivating factors. Option C, economic factors. Option D, environmental factors. Other question. Dash focus on core
Job attributes, critical psychological states and expected outcomes. Option A, the equity model. Option B, the expectancy model. Option C, the two-factor model. Option D, the job characteristics model. Dash involves increasing the complexity of a job to provide a greater sense of responsibility, accomplishment and achievement. Option A, goal setting. Option B, job enrichment. Option job enhancement. Option C, positive reinforcement. Dash assert that individuals are likely to compare the ratios of inputs and to outcomes they receive against the rations of their pupils such as colleagues or acquaintances. Option A, acquired needs theory. Option B, equity theory. Option C, expectancy theory. Option D, two-factor theory. ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ മെയിൽ അഡ്രസ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നാൽ റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഈ റാങ്ക് ഫയൽ ഞാൻ മെയിൽ വഴി അയച്ചു നൽകുന്നതാണ്. ഈ റാങ്ക് ഫയലിന് ഒരു പ്രത്യേക തുക ഞാൻ നിശ്ചയിച്ചിട്ടുള്ള ഇഷ്ടമുള്ള തുക നിങ്ങൾ അക്കൗണ്ടിൽ എനിക്ക് നിക്ഷേപിച്ച് തന്നാൽ മതിയാകും. അപ്പോൾ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ ഡാഷ് ഈസ് ദ degree to which the job has substantial impact on the lives of other people. Option A, autonomy. Option B, task identify. Option C, task significance. Option D, feedback from the job. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.